നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പലയിടങ്ങളിലും മഴയുണ്ട്. നമ്മുടെ കാക്കനാട് ഈ ന്യൂസ് സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ നല്ല മഴയാണ്. മലയോര മേഖലകളിൽ കനത്ത മഴ പെയ്യുന്നു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ മഴ ശക്തം. കോഴിക്കോട് കൂടരഞ്ഞിയിൽ തെങ്ങ് കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റ് തകർന്നു എന്ന വിവരം വരുന്നുണ്ട്. നിലമ്പൂർ വല്ലപ്പുഴയിൽ റോഡിനു കുറുകെ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും, സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും, എ വി ജയശങ്കർ അങ്ങനെ നമ്മുടെ പ്രതിനിധികൾ മഴയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ചേരുകയാണ്. ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ്. സമീർ, മലപ്പുറത്ത് നല്ല മഴ പെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, പറയൂ. സ്മിത, മലപ്പുറം ജില്ലയിൽ മലയോര മേഖലയിലും ഇപ്പോൾ മറ്റുള്ളിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ഈ വല്ലപ്പുഴയിൽ റോഡിന് കുറുകെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു.പി. സ്കൂളിന്റെ മതിൽക്കെട്ട് ഇടിഞ്ഞു വീണുകൊണ്ട് അതും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. നിലമ്പൂർ വാണിയമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മരം കടപുഴകി വീണ് 2-3ഓളം വരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണ് കേടുപാടുകൾ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയിൽ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ മറ്റുള്ള ഇടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. ഉച്ചയോട് കൂടിയാണ് മഴ കനത്ത രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉച്ചയോട് കൂടി തന്നെ അന്തരീക്ഷം മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു. പിന്നീട് മഴ ശക്തമായി തന്നെ തുടർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 15 മിനിറ്റൊക്കെ തന്നെയാണ് ഈ വേനൽ മഴ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ തന്നെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഈ വേനൽ മൂലം ഈ വറ്റി വരണ്ടിരിക്കുന്ന ഈ കിണറിലെയൊക്കെ തന്നെ ജലവിധാനം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുമെന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. സ്മിത, ശരി, സമീർ ബിൻ കരീമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷം, കാരണം ഇത്രയും ചൂട് കഴിഞ്ഞിട്ടുള്ള മഴ. പക്ഷേ ഈ മലയോര മേഖലയാണ്, നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വളരെയധികം കരുതലോടെ ഇരിക്കുക. മഴയത്ത് അങ്ങനെ വീടുകളിലേക്ക് കയറുക, അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രം പുറത്തിറങ്ങുക. മരങ്ങളൊക്കെ കടപുഴകി വീഴുന്നുണ്ട്, പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഇനി നമുക്ക് കോഴിക്കോട് പോവാം. കോഴിക്കോട് സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ, അവിടെ മഴ എങ്ങനെയാണ്? ചൂടൊക്കെ കുറഞ്ഞോ? കോഴിക്കോട് ജില്ലയിലെ നഗരമേഖലയിൽ ഇപ്പോൾ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു ശക്തമായ മഴ ലഭിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. അതേസമയം തന്നെ മലയോര മേഖലയിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലാണ് കനത്ത മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി, അതുപോലെ തന്നെ ആനക്കാമ്പോയിൽ, കൂടരഞ്ഞി, മുക്കം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലാണ് ശക്തമായ മഴയും ഒപ്പം തന്നെ ശക്തമായ ഇടിയും ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കനത്ത കാറ്റും ഈ മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കൂടരഞ്ഞി ഭാഗത്ത് ഒരു തെങ്ങ് കടപുഴകി വീണിരിക്കുന്നു. ആ കടപുഴകി വീണത് ഒരു വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്കാണ്, ആ വൈദ്യുതി ലൈനിന് മുകളിലേക്കാണ്. അങ്ങനെ വൈദ്യുതി ലൈനും വൈദ്യുതി പോസ്റ്റുമൊക്കെ തകർന്നു വീണിട്ടുണ്ട്. അവിടേക്കാണ് ഒരു ഓട്ടോ ഓടിയെത്തിയത്. ആ ഓട്ടോറിക്ഷ ആ ലൈനിലേക്ക് കയറിയെങ്കിലും വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. കൂടരഞ്ഞി ടൗൺ ഭാഗത്ത് ഓടുന്ന ഓട്ടോ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിനകത്തുള്ള ആർക്കും പരിക്കില്ല എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഏതായാലും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്തുണ്ട് വയനാട്ടിലെ കാര്യങ്ങൾ പറയാൻ. സുർജിത്ത്, വയനാട്ടിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കനത്ത മഴയുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ മഴ എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിലും ഒറ്റപ്പെട്ട രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇടയ്ക്കിടെ ഇടിമിന്നൽ ശക്തമായ രീതിയിലുണ്ട്. നേരത്തെ ആദ്യം നല്ല കാറ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി പ്രദേശങ്ങളിലെല്ലാം തന്നെ, വൈത്തിരി അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ കാറ്റോടുകൂടിയാണ് മഴ പെയ്തത്. മഴ ഇപ്പോൾ നിലവിൽ പലയിടങ്ങളിലും കനത്ത രീതിയിലല്ല, ചാറ്റൽ മഴ എന്നുള്ള തരത്തിൽ തന്നെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാറ്റുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള കാറ്റാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇടിമിന്നലും ഇടയ്ക്കുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കീർത്തന. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി കോന്നിയിലേക്ക് പോകുന്നു. എ വി ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, അവിടെ നല്ല മഴയുണ്ട്. ഇന്ന് എൻ്റെ രാവിലെ കണ്ടപ്പോൾ ഒരു അയൽപക്കത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞു അവിടെ നല്ല മഴയായിരുന്നു. റാന്നിയിലും കോന്നിയിലും ഒക്കെ വലിയ മഴയായിരുന്നു, വണ്ടി ഓടിക്കാൻ പോലും പറ്റിയില്ല, അത്ര ശക്തമായിരുന്നു എന്ന്. ഇപ്പോഴെന്താണ് അവസ്ഥ? സ്മിത, ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മഴയ്ക്കൊപ്പം 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തായാലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാവിലെ മുതൽ ഒറ്റപ്പെട്ട മലയോര മേഖലകളിൽ ശക്തമായ മഴ ജില്ലയിൽ ലഭിക്കുന്നുണ്ട്. ഈ കോന്നി പ്രദേശത്ത് ഈ കല്ലേലി കോന്നി പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ആ മരം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ മരം വീണ് നിരവധി
വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ നിലവിൽ മറ്റ് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒറ്റപ്പെട്ട മഴയുണ്ടാകും. ഒരു മൂടിയ കാലാവസ്ഥയാണ് ജില്ലയിൽ നിലവിൽ അനുഭവപ്പെടുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശം. ശരി, ഇനി നമുക്ക് പാലക്കാടത്തെ മഴ എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പാലക്കാട് മഴ എങ്ങനെയുണ്ട്? ഒപ്പം തന്നെ ചെറിയൊരു മഴ വന്നപ്പോഴത്തേക്കും സംസ്ഥാനത്ത് പലയിടത്തും ചെറിയ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവസ്ഥയുണ്ടോ? മഴ എങ്ങനെയാണ് ശ്രീജിത്ത്? ഇന്നലെ ശക്തമായ മഴയായിരുന്നു ശ്രീനിത ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി ഇന്നലെ പെയ്ത മഴയിൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഉണ്ടായി. കാരണം 3 പേർക്ക് ഇടിമിന്നലേറ്റു പട്ടാമ്പിയിൽ. അതുകൂടാതെ പട്ടാമ്പി കൊപ്പത്ത് ഇതിനിടയിൽ ഒരു വൈദ്യുതി പോസ്റ്റ് നേരെ ഇടിമിന്നലേറ്റ് അവിടെ ഒരു ബെഡ് ബെഡ് കമ്പനി കത്തി നശിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഇന്ന് പക്ഷേ അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റപ്പാലം വാണിയംകുളം മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ആ മഴയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മഴയിൽ ആലിപ്പഴം അതുപോലെ മഞ്ഞുകട്ട അടക്കം നിലത്തേക്ക് വീഴുന്നതാണ് കാണുന്നത്. ശക്തമായ കാറ്റടിക്കുന്നുണ്ട്. കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ശ്രീനിത. ആലിപ്പഴം ശ്രീജിത്തിന് കിട്ടിയോ? കിട്ടിയില്ല. ആലിപ്പഴം ഞാനിപ്പോൾ പാലക്കാട് നഗരത്തിലാണ്. സ്വാഭാവികമായി ആലിപ്പഴം ഒറ്റപ്പാലം മേഖലയിലാണ്. അവിടെ 34 കിലോമീറ്റർ ഉണ്ട്. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ആലിപ്പഴം കിട്ടും. എന്റെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്നും ചേർന്നത്. എന്തായാലും നല്ല മഴ പല ഭാഗങ്ങളിലായി അങ്ങനെ പെയ്തു നിറയുകയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മരം കടപുഴകി വീഴുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ വേണം മഴയെ ആസ്വദിക്കാൻ, അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും മഴ കാണുമ്പോൾ നമുക്ക് പിന്നെ എനിക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് മഴ കണ്ടാ ഇറങ്ങി ചെല്ലാൻ നനയാ. ഒരു കവിത എഴുതാൻ തോന്നുന്നു. കവിത അല്ല, തുള്ളിച്ചാടാ, അത്രേ ഉള്ളൂ.